അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ദാ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ എന്നും ഇങ്ങനെ തന്നെയാണ്, പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. എന്നാലും ഇന്ന് ഇങ്ങനെയാണ്. അപ്പോൾ ഒന്ന് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ. നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ തന്നെ ഇവരൊക്കെ പറയാം എനിക്ക് കുറച്ച് തണുപ്പ് കൂടുതലാണെന്ന്. പക്ഷേ അതൊന്നല്ല, ഇന്ന് നല്ല തണുപ്പുണ്ടായിരുന്നു. പിന്നെന്താ പറയുക, അപ്പോൾ ഞാനിതാ മല്ലിച്ചായ ഉണ്ടാക്കി കുടിക്കാൻ വിചാരിച്ച്. അപ്പോൾ മല്ലിച്ചായയിൽ സാധാരണ ഏലക്ക, അതേപോലെ പുതിന, ഇഞ്ചി അങ്ങനെയൊക്കെ ഇടും കേട്ടോ മല്ലിച്ചായ വെക്കുമ്പോൾ. പക്ഷെ എനിക്ക് എല്ലാം കൂടെ ആകുമ്പോൾ പിന്നെ ചുക്ക് കാപ്പീൻ്റെ ആയിരിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ച് അതൊന്നും വേണ്ട, നമുക്ക് സാധാരണ പോലെ വെക്കാമെന്ന്. അപ്പോൾ ഞാൻ ലേശം മല്ലിയും ഒരു 2 ഗ്ലാസ്സിന് കേട്ടോ മല്ലിയും കുരുമുളകും കൂടെ നല്ലോണം 2 മണി കുരുമുളകും കൂടെ നല്ല വറുത്തിട്ട് നമ്മൾ അരക്കല്ലില്ലേ അതിലൊന്ന് ചതച്ചെടുത്തിക്കണം കേട്ടോ. പിന്നെ എന്നിട്ട് പാല് തിളപ്പിച്ചിട്ട് ആ പാലിൽ ഇട്ട് കൊടുത്ത് നല്ല തിളച്ചപ്പോൾ തന്നെ ഒരു ചായൻ്റെ കളർ വന്ന്, എന്നാലും ഒരു തുള്ളി ചായപ്പൊടി ഇട്ടെടുത്ത്, ചായപ്പൊടി ഇടേണ്ട ആവശ്യമില്ല. പക്ഷെ എനിക്ക് നമ്മൾ ചായ കുടിക്കുമ്പോൾ ലേശം ചായൻ്റെ എല്ലാം വേണം അല്ലേ. അപ്പോൾ ഞാൻ ലേശം ചായപ്പൊടി ഇട്ട് കൊടുത്ത് കുറച്ച് ആവശ്യത്തിന് മധുര, ശർക്കര, പഞ്ചസാര എന്തെങ്കിലുമൊക്കെ ഇട്ട് കുടിക്കാത്ത തന്നെ. എനിക്ക് ചായ ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കുടിക്കണം, അത്രയേ ഉള്ളൂ. അപ്പം ഇനി കറികളൊക്കെ വെക്കണം കേട്ടോ. തിങ്കളാഴ്ച ഉള്ളതുപോലെ പറയണം. വെറുതെ കൊണ്ടാക്കി തരുമോ? ഒന്നും ഉണ്ടാക്കിയില്ല. സിനിമ കൊണ്ടല്ലേ, സിനിമ നാളെ കൊണ്ടുവരണ്ടേ? എന്നും പോകലുണ്ടാവില്ല. അപ്പോൾ അകത്തത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് തലയിൽ തേക്കണ താളി ഉണ്ടാക്കാം വിചാരിച്ച്. താളി ഉണ്ടാക്കൂല നമ്മൾ, അതുണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാ 2 ഇല്ലി അരിവേപ്പിൻ്റെ ഇല, കുറച്ച് തോന തുളസി, പിന്നെ ചെമ്പരത്തി പൂവും ഇലയും കൂടെ ഒക്കെ ആയിട്ട് അത് കുറച്ചെടുത്തേക്കണം കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ 4 ചെറിയ ഉള്ളിയും ചേർക്കണമെങ്കിൽ നമ്മൾ താരത്തിനൊക്കെ താരം ഉണ്ടാവണതിനൊക്കെ നല്ലതാണ് കേട്ടോ. നമുക്ക് ആ ചൊറിച്ചലൊന്നും ഉണ്ടാവില്ല. പക്ഷേ എനിക്ക് അതിൻ്റെ സ്മെല്ല് പറ്റില്ല, ചെറിയ ഉള്ളിൻ്റെ സ്മെല്ല്. പിന്നെ എനിക്ക് മുടിമൊന്നും ഇങ്ങനെ വന്നിട്ടിരിക്കും. അപ്പോൾ ഞാനത് അധികം എപ്പോഴെങ്കിലൊക്കെ തേക്കും, പിന്നെ അധികം യൂസ് ചെയ്യാറില്ല. പിന്നെന്താണെന്ന് വെച്ചാൽ ചെറിയ കുട്ടികൾക്ക് പേൻ്റെ ശല്യമൊക്കെ ഉള്ളവർക്ക് ഇതിങ്ങനെ തേച്ച് ഒരു ആഴ്ചയിൽ ഒരു ദിവസം കഴുകി കൊടുത്താൽ നല്ലതാണ് കേട്ടോ. എന്താ വെച്ചാൽ എൻ്റെ മക്കൾക്ക് ചെറുപ്പത്തിൽ ഞാൻ ഇതന്നെ ചെയ്യുന്നു. ഒരു ഞായറാഴ്ച ആയി കഴിഞ്ഞാൽ ഞാൻ ഇതേപോലെ താളൊക്കെ ഇട്ടിട്ടാണ് ഞാനവർക്ക് തല കഴുകി കൊടുക്കൽ കേട്ടോ. നല്ല മുടി ഉണ്ടായിരുന്നു, എൻ്റെ 2 മക്കൾക്ക് നല്ല ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഓൾക്കിപ്പോൾ വേണ്ട. എൻ്റെ മൂത്തോള് പഠിക്കുന്ന കാലത്തും ഓള് വെട്ടിക്കളയും മുടി. അതേപോലെ തന്നെ ഇപ്പോൾ ചെറിയ പെണ്ണും ഓൾക്ക് സ്കൂളിൽ പോകുമ്പോൾ അത് ബുദ്ധിമുട്ട് എന്നാണ് പറയുന്നത്. എന്താ വെച്ചാൽ ചെറിയ മോൾക്ക് നല്ല ഉള്ളും നീളും ഒക്കെ ഉണ്ടായിരുന്നു. വേണ്ടല്ലോ ഓൾക്ക്, അത് വീരി കെട്ടാനൊക്കെ ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. ഓൾക്ക് വേണ്ടെങ്കിൽ നമുക്ക് എന്താ ഇപ്പോൾ വെട്ടണമെങ്കിൽ വെട്ടിക്കോട്ടെ വിചാരിച്ചു. അപ്പോൾ ഓലൊക്കെ ഇപ്പോൾ കിറ്റിയാക്കിയിട്ടാണ് നടക്കണം കേട്ടോ. പക്ഷെ ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഞാനിടയ്ക്ക് ഇതുപോലെ കരച്ച് ഞാൻ തലയിൽ തേക്കൂട്ടോ. അപ്പോൾ എനിക്ക് താരൻ്റെ ശല്യം അങ്ങനെയൊന്നും ഉണ്ടാവില്ല, നല്ലതാണ്. പിന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ അരിവേപ്പിൻ്റെ ഇല കുറച്ചെടുക്കുക. ആദ്യമായിട്ട് തേക്കണം, അറിയാത്തവർക്കാണ് കേട്ടോ ഇത് കുറേ ആൾക്കാർക്ക് അറിയാത്തവർക്കാണ് ഞാൻ പിന്നെയും പറയുന്നത്. അരിവേപ്പിൻ്റെ ഇല കുറച്ചെടുക്കാൻ പാടുള്ളൂ. ചിലവർക്ക് തലയിൽ തട്ടുമ്പോൾ ഒരു പൊച്ചലുണ്ടാവും, അരിവേപ്പിൻ്റെ ഇല തട്ടുമ്പോൾ പൊച്ചുണ്ടാവും. അപ്പോൾ ആദ്യം യൂസ് ചെയ്യുമ്പോൾ കുറച്ചെടുക്കുക, പിന്നെ അങ്ങനെ കുറച്ചൊക്കെ കൂട്ടിയെടുക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചെറിയ ഉള്ളിൻ്റെ മണം കുഴപ്പമില്ലാത്തവർക്ക് 4 ചെറിയ ഉള്ളിയും ചേർത്തിയാലും നല്ലതാണ്. അപ്പോൾ ജലദോഷമൊക്കെ പെട്ടെന്ന് വരുന്നവർ തേച്ച് അപ്പം തന്നെ നമ്മൾ സോപ്പ് തേച്ച് കുടിക്കണമായിരിക്കും, അപ്പം തന്നെ കഴുകി കളയുക. അല്ലാത്തവർ ഒന്ന് മസാജൊക്കെ ചെയ്ത് ഒന്ന് തലയിലൊന്ന് നല്ല പിടിച്ചിട്ട് കുടിച്ചതിന് ശേഷം കഴുകി കളഞ്ഞാൽ മതി. ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ.